ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ വിചാരിച്ചൊരു വഴുതനങ്ങക്കറി വെക്കാമെന്ന് വെച്ചാൽ ഞാൻ പിന്നെ മാനന്തവാടി പോയപ്പോൾ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഇപ്പോൾ പെട്ടെന്നൊരു ടേസ്റ്റ് വ്യത്യാസം നോക്കുമ്പോൾ വഴുതനങ്ങ തേങ്ങ വറുത്തരച്ച് പുളിയും മധുരവും എല്ലാം ചേർത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ കറി കൂട്ടിയപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വഴുതനങ്ങ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഒരെണ്ണം പറിച്ച് കുറച്ച് തേങ്ങ വറുത്ത് വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. പറ്റിയൊന്നേ എടുത്തിട്ടുള്ളൂ, എൻ്റെ ഇതൊന്നും അറിയില്ലാത്തതുകൊണ്ട് നടുവേ മുറിച്ചിട്ട്, അധികം നൈസായിട്ടില്ല കേട്ടോ, അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ തോരനൊക്കെ വെക്കുമ്പോൾ വേഗം ഉടഞ്ഞു പോകില്ലേ, അങ്ങനെ ഉടഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് കൂട്ടുന്നൊരു ടേസ്റ്റാണ്, പക്ഷെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഒരു തേങ്ങ തേങ്ങയാണ് ചിരണ്ടിയത്, ഒരു മുറി തേങ്ങ ചിരണ്ടി വറുത്ത്. ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുക്കാം. ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് 3 സ്പൂൺ ഇട്ടത്, നോക്കിയിട്ടാൽ മതിയേ. ഇപ്പം ഏകദേശം ഞാനും ആദ്യമായിട്ട് വെക്കുന്നതല്ല, എൻ്റെ ഒരു ഇതിന് വെക്കുന്നതാണ് ഞാൻ. അപ്പോൾ ഏകദേശം എല്ലാം നോക്കി വെച്ചാൽ മതി. ഞാൻ വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി കറിയായിരുന്നു. എല്ലാവരും വെച്ച് നോക്കണം എന്ന് ഞാൻ പറയുന്നത്. നമുക്കിത് കുറച്ച് തണുത്തിട്ട് കഴിഞ്ഞിട്ട് അരച്ചുകൊണ്ട് വരാം. തേങ്ങയെല്ലാം അരച്ച് റെഡിയാക്കി, വറുത്ത തേങ്ങയെല്ലാം. ഇത് നമുക്ക് ഇതൊന്ന് വാട്ടിയെടുക്കാം. വഴുതനങ്ങയും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഞാൻ അരിഞ്ഞു വെച്ചായിരുന്നു. ഒരു ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക് വാട്ടിയെടുക്കാം. ഞാനൊരു ചെറിയ കഷ്ണം വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ചെറിയ കഷ്ണം പുളി വേണമല്ലോ. കുറച്ച് നമുക്ക് വഴുതനങ്ങയും കൂടി ഇട്ടൊന്ന് വാട്ടിയെടുക്കാം. അത് ഏകദേശം ആയി. ഇനി അത് വാങ്ങി വെക്കാം നമുക്ക്. വെള്ളം അടുത്ത പാത്രം അടുത്ത തവ നമ്മൾ വെച്ചു. നമുക്ക് ഇതിനകത്തേക്ക് അരപ്പ് ഇടാം. അരപ്പ് തിളച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് ഇടാം, അല്ലെങ്കിൽ ഇതിനകത്തേക്ക് പുളിവെള്ളം കൂടെ ചേർക്കാം.
പാകത്തിനുള്ള ഉപ്പ് ചേർത്തേ. ഇനി ഒരു കഷ്ണം ശർക്കരയും കൂടി ഇടാം, ചെറിയ മതി. എല്ലാം കൂടെ നല്ലപോലെ ഇതായി വന്നിട്ട് വഴുതനങ്ങ ചേർക്കാം. നന്നായിട്ട് വന്നു. ഇനി നമുക്ക് വഴുതനങ്ങയും ഉള്ളിയും കൂടെ വാട്ടിയിടാം. ഇങ്ങനെയായിരിക്കും. ഏകദേശം ടേസ്റ്റൊക്കെ വരുന്നുണ്ട് തിളച്ചപ്പോൾ. വഴുതനങ്ങ ഒരുമാതിരിയൊക്കെ ഇട്ട് വറുത്തരച്ച് വെച്ച ടേസ്റ്റ്. ചെറുതായിട്ട് തിളച്ച് കഴിയുമ്പം ഓഫാക്കിയിട്ട് വാങ്ങി വെച്ച് കടുക് വറുക്കാം. പാൻ അടുപ്പത്ത് വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നന്നായിട്ട് ചൂടായി. നമുക്ക് കടുകിടാം. പാനായതുകൊണ്ട് വെളിച്ചെണ്ണ മുങ്ങിയാലല്ലേ ഒരു പൊട്ടു. കടുകൂട്ടുണ്ട്. കടുക് വെട്ടി നമുക്ക് കറിവേപ്പില ഇടാം. നമുക്ക് എല്ലാം കൂടെ കറിയിലേക്ക് ഒഴിക്കാം. കൂട്ടുകാരെ, ഞാൻ വെച്ച വഴുതനങ്ങക്കറിയും കൂട്ടി ഒന്ന് ചോറ് നോക്കിയാലോ? ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്ന് അറിയാലോ. ഇന്നത്തെ കറി മീൻ പീര വെച്ചിട്ടുണ്ടായിരുന്നേ. നത്തൽ കിട്ടി, അത് പീര വെച്ചു. പിന്നെ വഴുതനങ്ങക്കറി ഒഴിച്ച് കൂട്ടി നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാലോ. കാണുമ്പോൾ അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്, തിന്നാലേ അറിയാൻ പറ്റുള്ളൂ. ചെറിയ മധുരവും പൊടിയും ഇരുപതിയായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ. ചേട്ടാ.